സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽ പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപയാണ് പിടികൂടിയത്. ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണി സജീവം. നിരവധി വൈവിധ്യങ്ങൾ അവതരിപ്പിച്ചാണ് ഇത്തവണ വിപണി ആകർഷകമാക്കുന്നത്. CPIM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹോസ്തൂർ ഗ്രാൻഡ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ 5ാം വാർഷികാഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി മലപ്പുറം സ്വദേശിനി മറിയം ജുമാന. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിൽ തിരികെ എത്തിയ മറിയം ജുമാനയെ നാട് ആദരിച്ചു. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് പരിപാടി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം. പുരുഷ വിഭാഗത്തിൽ മടിക്കൈ പഞ്ചായത്തും വനിതാ വിഭാഗത്തിൽ പള്ളിക്കര പഞ്ചായത്തും ജേതാക്കളായി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപയാണ് പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ വാഹന പരിശോധന ശക്തമാണ്. മഞ്ചേശ്വരം വാമഞ്ചൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും രേഖകളില്ലാത്ത 7 ലക്ഷത്തോളം രൂപ പിടികൂടി. കുമ്പളാജെ പിലാങ്കട്ട സ്വദേശി മണി പ്രശാന്ത് എന്നയാളിൽ നിന്നുമാണ് രേഖകളില്ലാതെ കടത്തിയ 6,80,600 രൂപ എക്സൈസ് ഇൻസ്പെക്ടർ സുനീഷ് KVയും സംഘവും പിടികൂടിയത്. കർണാടകയിൽ നിന്നും കടത്തുവാൻ ശ്രമിച്ച ഹവാല പണമാണ് സ്വകാര്യ ബസ്സിൽ നിന്നും കണ്ടെടുത്തത്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി അതിർത്തികളിൽ വാഹന പരിശോധന ശക്തമാണ്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുഹമ്മദ് കബീർ BS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിജു GS, അരുൺ RK എന്നിവരും കുഴൽപ്പണം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് പ്രതിയെ പണത്തോടും കേസ് രേഖകളോടുകൂടി മഞ്ചേശ്വരം പോലീസിന് കൈമാറി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്രിസ്തുമസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണി സജീവം. ക്രിസ്മസ് ട്രീയിലും നക്ഷത്രങ്ങളിലും പുൽക്കൂട്ടിലുമെല്ലാം നിരവധി വൈവിധ്യങ്ങൾ അവതരിപ്പിച്ചാണ് ഇത്തവണയും വിപണി ആകർഷകമാകുന്നത്. പോക്കറ്റിനൊതുങ്ങുന്നതും ആഡംബരത്തിന് തിളക്കമേകാനും കഴിയുന്ന വിധം ആവശ്യക്കാരുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചാണ് ഇത്തവണയും ക്രിസ്മസ് വിപണി സജീവമാകുന്നത്. ടൗണുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ക്രിസ്മസ് നക്ഷത്രങ്ങൾ, അലങ്കാരങ്ങൾ, കേക്ക് വിപണി എന്നിവ സജീവമായി. ഉണ്ണിയേശുവിൻ്റെ രൂപം, സ്റ്റാർ, ട്രീ ഡെക്കറേഷൻ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ ഇറ്റി വീഴുന്ന ക്രിസ്മസ് ട്രീകൾ, ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാരേറെയുണ്ട്. ക്രിസ്മസ് ഓർമ്മകളിൽ മുഖ്യസ്ഥാനം സ്റ്റാറുകൾക്കാണ്. പല നിറത്തിലുള്ള LED സ്റ്റാറുകളാണ് മിക്കവരുടെയും ചോയ്സ്. വിവിധ വലുപ്പത്തിലുള്ളവയ്ക്ക് 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. 100 മുതൽ 500 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട്. ത്രിമാന രൂപമുള്ള സ്റ്റാറുകൾ തൂക്കാനാണ് ആൾക്കാർക്ക് പ്രിയം. പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട്. അലങ്കാര സാമഗ്രികളും ലൈറ്റുകളും സാന്താക്ലോസിന്റെ സമ്മാന പൊതികളും തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ സെറ്റുകൾ വരെയും സജ്ജമായി. പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട യൂണിറ്റുകളും വിപണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു.
CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. കോട്ടച്ചേരി കല്ലട്ര കോംപ്ലക്സിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം ഒരു വലിയ സമ്മേളനമാക്കി വിജയകരമായി പൂർത്തീകരിക്കാൻ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മഹാസംരംഭമാക്കി തീർക്കാൻ ഈ പ്രദേശങ്ങളിൽ, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിൽ കരുതി കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ, വിജയകരമാക്കി തീർക്കാൻ ഒരു ഓഫീസ് പ്രവർത്തനം അനിവാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിൽ സംഘാടക സമിതി സ്വാഗത സംഘം ഓഫീസ് ഇവിടെ നിങ്ങളുടെ എല്ലാം മഹനീയമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഘാടക സമിതി രൂപീകരണം, സംഘാടക സമിതി ഓഫീസ് എല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P അപ്പുക്കുട്ടൻ, ബേബി ബാലകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി കൺവീനർ K രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ നടത്തിവരുന്ന ചെറുവത്തൂർ ഫെസ്റ്റിന്റെ 7ാം സീസണിൽ വേറിട്ട ഇനങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആനിമൽസ്, ഫുഡ് കോർട്ട്, പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും ഏറെ ആകർഷകമാണ്. എല്ലാ ദിവസവും വിവിധ കലാസാംസ്കാരിക പരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ MLA ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് പ്രചോദനമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതൊക്കെ സംബന്ധമായി ഇതിൻ്റെ കമ്മിറ്റികൾ വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും സാമ്പത്തികമായ ഒരു നഷ്ടം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയും. എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സഹകരണം ഇതിലുണ്ടാവും. പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം ഇതിനോട് പരിപൂർണമായി സഹകരിക്കും. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉൾപ്പെടെ, യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, മഹിളാ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെ ഇടപെടലും സഹായവും ഇതിലുണ്ടാകുമെന്നുള്ളത് സംശയം. റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫും, ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും, വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും, പുഷ്പമേള രക്ഷാധികാരി PP മുസ്തഫയും, അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് CH അബ്ദുൾ റഹീമും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷ CV പ്രമീള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P പത്മിനി, രാജേന്ദ്രൻ പയ്യാടകത്ത്, C രഞ്ജിത്ത്, KV സതീശൻ, C ചന്ദ്രൻ, V കൃഷ്ണൻ മാസ്റ്റർ, T ശശിധരൻ, AV ദാമോദരൻ, K ബാലകൃഷ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ, TV റിയാസ്, AK ചന്ദ്രൻ, PT കരുണാകരൻ, M ലീലാവതി, AK അൻസാർ, C പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ ഘോഷയാത്രയും നടന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്ന
നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിനിൽ സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ഹോസ്ദൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ 5ാം വാർഷികാഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാവും. പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പ്രഭ പരത്തിയ പഞ്ചവത്സരങ്ങൾ എന്ന ശീർഷകത്തിൽ ഹോസ്ദുർഗ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 5ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഞായറാഴ്ച ആറങ്ങാടി ടി അബൂബക്കർ മുസ്ലിയാർ നഗറിൽ തുടക്കമാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള 11,000-ഓളം വരുന്ന മദ്രസകൾ 500-ഓളം റേഞ്ച് കമ്മിറ്റികളാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ഒരു റേഞ്ചിൽ ഏകദേശം 13 മുകളിൽ മദ്രസകളുണ്ടാകും. അതിൽപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഒരു റേഞ്ചാണ്. കാസർഗോഡ് ജില്ലയിൽ 39 റേഞ്ചുകളുണ്ട്. അതിൽപ്പെട്ട റേഞ്ചാണ് ഹോസ്ദുർഗ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. ഹോസ്ദുർഗ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ 13 മദ്രസകളാണ് നിലവിലുള്ളത്. ഈ റേഞ്ച് കമ്മിറ്റി രൂപീകൃതമായി 5 ആണ്ട് പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായി 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു 5ാം വാർഷിക ക്യാമ്പയിനാണ് ഹോസ്ദുർഗ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ആചരിച്ചിരുന്നത്. സംഘാടക സമിതി ചെയർമാൻ AK മുഹമ്മദ് പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റേഞ്ച് പ്രസിഡന്റ് റഷീദ് ഫൈസി ആറങ്ങാടി അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി സയ്യിദ് അസ്ഹദി പുഞ്ചാവി ആമുഖ ഭാഷണം നടത്തും. ആറങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹക്കീം അൽ ഖാസിമി പ്രാരംഭ പ്രാർത്ഥന നടത്തും. കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മുഖ്യപ്രഭാഷണവും റേഞ്ച് മുഫത്തിഷ് ഹംസ ഫൈസി അനുഗ്രഹ ഭാഷണവും നടത്തും. കാഞ്ഞങ്ങാട് സംയുക്ത
ജമാഅത്ത് പ്രസിഡന്റ് സി കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി മുഖ്യാതിഥിയായി പങ്കെടുക്കും. അധ്യാപകർക്ക് ലിഖിത കോഴ്സ്, IT പരിശീലനം, ഖുർആൻ പാരായണ പഠന കോഴ്സ്, വിദ്യാർത്ഥികൾക്ക് കാലിഗ്രഫി പരിശീലനം, വിദ്യാർത്ഥി സംഘടനയായ SKSBVയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, വാഹന പ്രചരണ റാലി, ബഹുജന റാലി, സമാപന പൊതുസമ്മേളനം എന്നിവയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ റഷീദ് ഫൈസി ആരങ്ങാടി, സയ്യിദ് അസ്ഹരി പുഞ്ചാവി, AK മുഹമ്മദ്, യൂസുഫ് മദനി, L അബ്ദുള്ള കുഞ്ഞി ഹാജി, MK റഷീദ് ഹാജി, CH മുസ്തഫ, അഹമ്മദ് ഇർഷാദ് അൽ അസ്ഹരി, MK അബ്ദുൾ റഹ്മാൻ, CH അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറം സ്വദേശിനി മറിയം ജുമാന 10 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ സ്കൂളിൽ തിരികെ എത്തി. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിൽ എത്തിയ മറിയം ജുമാനയെ നാട് ആദരിച്ചു. 19-ാം വയസ്സിൽ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറം സ്വദേശിനി മറിയം ജുമാന 10 വർഷം മുൻപ് പഠിച്ച സ്കൂളിൽ തിരികെ എത്തി സ്നേഹാദരവ് ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിലെത്തിയ മറിയം ജുമാനയെ ബിന്ദു ടീച്ചർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെയും ആദരവ് ഏറ്റുവാങ്ങി. NA നെല്ലിക്കുന്ന് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു അനർഘ നിമിഷമാണ്, അഭിമാനകരമായ മുഹൂർത്തമാണ്. നമുക്കെല്ലാവർക്കും അളവറ്റ ആനന്ദവും സംതൃപ്തിയും നൽകുന്ന ഒരു ചടങ്ങാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറിയം ജുമാനയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആദരിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ഈ നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട മറിയം ജുമാനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമർ ഫൈസിയും ഉമൈബാനും എന്ന് ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P രാജീവൻ സ്വാഗതം പറഞ്ഞു. AEO മിനി ജോസഫ്, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. CK അഷ്റഫ്, റസിയ ഗഫൂർ, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, PK സുബൈർ, ഹസൈനാർ, CH മുസ്തഫ, LK ഇബ്രാഹിം, CH അഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് NA ഖാലിദ്, നജ്മുദ്ദീൻ CH, റസീന എന്നിവർ വിവിധ ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. PK അബ്ദുള്ള കുഞ്ഞി, C യൂസഫ് ഹാജി, A ഹമീദ് ഹാജി, സുജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അബ്ദുൽ ഷരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ജുമാനയുടെ പിതാവ് അബ്ദുൾ ഉമർ ഫൈസിയും മാതാവ് ഉമൈബാനുവും കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് പരിപാടി. മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾക്കും മഹല്ല് ഖത്തീബ് ഇമാമുമാർക്കും മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വഖഫ് നിയമത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സെമിനാർ സംഘടിപ്പിക്കും. വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. MSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് NA നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വഖഫ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ വഖഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിവാദമാണ്. വഖഫ് നിയമത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാത്ത സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഈ ഉലമാക്കൾ എന്ന് പറയുന്ന മൗലവിമാരുമായിട്ടൊക്കെ തന്നെ വേണ്ടത്ര രൂപത്തിൽ അതിനെ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. സമൂഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വഖഫ് എന്താണ്, പുതിയ വഖഫ് നിയമത്തിൽ വരുന്ന ദോഷങ്ങൾ എന്താണ്, ഇതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു സെമിനാർ 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ച് നടക്കുകയാണ്. ആ സെമിനാറിൽ വഖഫിനെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കാൻ വേണ്ടി നമ്മുടെ കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ തലശ്ശേരി, മരിച്ചുപോയ തലശ്ശേരിയിലെ CQP ചെറുമുട്ടി സാഹിബിൻ്റെ മകനാണ് അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ. പിന്നെ കേരളത്തിലെ പരക്കെ അറിയപ്പെടുന്ന പ്രമുഖ പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ, MSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ PM, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമദ് ഹാജി പാലക്കി, കീഴൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി കല്ലട്ര മാഹിൻ ഹാജി, പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KEA ബക്കർ, തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി TCA റഹിമാൻ, MSF ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് MP ഷാഫി ഹാജി തുടങ്ങിയവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ A ഹമീദ് ഹാജി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കള നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ VKP ഇസ്മായിൽ ഹാജി, A ഹമീദ് ഹാജി, കബീർ ചെറുക്കളം, A അബ്ദുള്ള, സമീർ ആമസോണിക്സ്, P കുഞ്ഞബ്ദുള്ള ജിദ്ദ, PM ഫൈസൽ, ഖാലിദ് C പാലക്കി എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം. പുരുഷ വിഭാഗത്തിൽ മടിക്കൈ പഞ്ചായത്തും വനിതാ വിഭാഗത്തിൽ പള്ളിക്കര പഞ്ചായത്തും ജേതാക്കളായി. പുല്ലൂർ AKG ഗ്രൗണ്ടിൽ നടന്ന വടംവലി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ മടിക്കൈ, പുല്ലൂർ പെരിയ, പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകൾ മാറ്റുരച്ചു. മടിക്കൈ പഞ്ചായത്ത് 1ാം സ്ഥാനവും പുല്ലൂർ പെരിയ പഞ്ചായത്ത് 2ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ അജാനൂർ, മടിക്കൈ, പള്ളിക്കര, പുല്ലൂർ പെരിയ പഞ്ചായത്തുകൾ മത്സരിച്ചതിൽ പള്ളിക്കര പഞ്ചായത്ത് 1ാം സ്ഥാനം നേടി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുറഹിമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MG പുഷ്പ, A. ദാമോദരൻ, BDO S. ഹരികൃഷ്ണൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജോയിന്റ് BDO അനീഷ്, പുല്ലൂർ പെരിയ പഞ്ചായത്ത് VEO പീതാംബരൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർമാരായ MV നാരായണൻ, P. പ്രീതി, AKG ക്ലബ്ബ് പ്രതിനിധികളായ A. കൃഷ്ണൻ, അരുൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്.
ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്ക് പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനത്തിൽ പടന്ന എടച്ചാൽക്കൈ AUP സ്കൂളിൽ അറബിക് എക്സ്പോ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ അറബിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ സർഗാത്മക കഴിവുകളും അഭിരുചികളും കണ്ടെത്തുകയും അവ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അറബിക് എക്സ്പോ സംഘടിപ്പിച്ചത്. പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബുഷ്ര ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ EP. വത്സരാജൻ അധ്യക്ഷത വഹിച്ചു. അറബിക് അധ്യാപിക K. സൽമത്ത് അറബിക് ദിന സന്ദേശവും എക്സ്പോ വിവരണവും നടത്തി. സീനിയർ അസിസ്റ്റന്റ് V. ആശാലത, സ്റ്റാഫ് സെക്രട്ടറി K. രജിത, MP. അബ്ദുറഹ്മാൻ, K. റുബൈദ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി LP, UP വിദ്യാർത്ഥികൾ ദിനാചരണ പോസ്റ്ററുകൾ, മാഗസീനുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, ചാർട്ടുകൾ തുടങ്ങിയവ തയ്യാറാക്കി. പാഴ്വസ്തുക്കളും കാർഡ്ബോർഡും ഉപയോഗിച്ച് ചട്ടകളിലുമായി നിർമ്മിച്ച വിശുദ്ധ കഅബ, ബീഡ്, സ്മാരകങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് കൗതുകമായി. 4 സെന്റിമീറ്റർ വീതിയും 6 സെന്റിമീറ്റർ നീളവുമുള്ള ഏറ്റവും ചെറിയ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ പ്രദർശന സ്റ്റാളിലെത്തി. അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഓപ്പൺ ക്വിസ്, മാഗസിൻ നിർമ്മാണം, ഡോക്യുമെന്റ് പ്രദർശനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പറപ്പാടി മകാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. പറപ്പാടി മഖാമുറൂസിന് തുടക്കമായി. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് 11 ദിവസത്തെ ഉറൂസിന് തുടക്കമായത്. മതരംഗത്തെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സിയാറത്ത്, പ്രാർത്ഥന, വനിതാ ക്ലാസ്, പ്രഭാഷണങ്ങൾ എന്നിവ ഉറൂസിന്റെ ഭാഗമായി നടക്കും. 10 ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും. 29 രാവിലെ 5:30 മൗലീദ് പാരായണത്തിന് ത്വാഹ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകും. രാവിലെ 10 മണിക്ക് ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി ഉറൂസ് സമാപിക്കും. ഉറൂസിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSSPA ഉദുമ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച KSSPA ഉദുമ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു DA, അടുത്ത തെരഞ്ഞെടുപ്പ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരു DA പ്രഖ്യാപിക്കും, അടുത്ത നിയമസഭ വരുമ്പോൾ ഒരു DA. ഇതാണ് സൂക്കേട്. 19, 39 മാസമില്ല, 40 മാസം ആർക്കും ഒരു മിണ്ടാട്ടില്ലല്ലോ. ഇത് ഇവരുടെ വിചാരം എന്തൊക്കെ പെൻഷനേഴ്സ് അസോസിയേഷൻകാരുടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമുള്ള സംഭവം ആണെന്ന്. എല്ലാവരും ഉണ്ട്. INDC-കാരൻ, IUC-കാരൻ പറയും, CUT-കാരൻ അവൻ്റെ കാര്യം പറയും, ഓരോ ആൾ KSRTC-കാരൻ എല്ലാവരും ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് പ്രസിഡന്റ് V. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KV ഭക്തവത്സലൻ, മണികണ്ഠൻ ഓമ്പയിൽ, N. ബാലചന്ദ്രൻ, K. ശൈലജാകുമാരി, M. ഗീത, KV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M. ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. K. സരോജിനി, PP ബാലകൃഷ്ണൻ, MU തോമസ്, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, C. അശോക് കുമാർ, ബാബു മണിങ്കാനം, ഗീതാബായ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ചർച്ചയിൽ VK കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KB ശ്രീധരൻ, A. ദാമോദരൻ, K. ലക്ഷ്മണ, K. ചാത്തുക്കുട്ടി നായർ, BT രമേശൻ, തമ്പാൻ കാനത്തൂർ, P. നാരായണൻ, അബ്ദുൽ ഖാദർ ബേടകം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽ പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപയാണ് പിടികൂടിയത്.
ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണി സജീവം. നിരവധി വൈവിധ്യങ്ങൾ അവതരിപ്പിച്ചാണ് ഇത്തവണ വിപണി ആകർഷകമാക്കുന്നത്. CPIM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ഇ. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹോസ്തൂർ ഗ്രേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ 5ാം വാർഷികാഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി മലപ്പുറം സ്വദേശിനി മറിയം ജുമാന. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിൽ തിരികെ എത്തിയ മറിയം ജുമാനയെ നാട് ആദരിച്ചു. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് പരിപാടി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം. പുരുഷ വിഭാഗത്തിൽ മടിക്കൈ പഞ്ചായത്തും വനിതാ വിഭാഗത്തിൽ പള്ളിക്കര പഞ്ചായത്തും ജേതാക്കളായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.